ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ദൈവദാസൻ ഒന്നുകൂടെ വാക്യം വായിച്ച് സഹായിച്ചാട്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതെല്ലാം തിന്നിട്ടും ചത്തുപോയെന്നാ. അടുത്തത് എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാണ്. എല്ലാ മാന്യ കർത്തൃദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച സഭയ്ക്കും ശുശ്രൂഷകനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കും. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 49-50 തിരുവെടുത്താണല്ലോ. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. തിന്നിട്ടും മരിച്ചു. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. മന്ന തിന്നവനെല്ലാം മരിച്ചുപോയി. എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് മതി. എല്ലായിടങ്ങളിലും പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമാണ്. ഈ വേദപുസ്തകം 66 പുസ്തകമാണ്. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് സത്യവേദ പുസ്തകം. 40 എഴുത്തുകാരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല രാജ്യങ്ങളിൽ ജീവിച്ചവരാ, പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. പക്ഷേ ഇതെഴുതി വന്നപ്പോൾ വായിക്കുന്നവർക്ക് തോന്നും ഒരാൾ എഴുതിയതുപോലെ തോന്നും. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. കാരണം എല്ലാവരിലും വ്യാപരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പല നിലകളിൽപ്പെട്ടവരെ കൊണ്ടാണ് ഈ പുസ്തകം ദൈവം എഴുതിപ്പിച്ചത്. മീൻപിടുത്തക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, പുരോഹിത വിദ്യാ നിപുണന്മാരുണ്ട്, വിദ്യാവിഹീനരായ പ്രിയപ്പെട്ടവരുണ്ട്. യഹൂദന്മാരാ സിംഹഭാഗവും ഇത് എഴുതിയത്. യഹൂദനല്ലാത്ത വ്യക്തിയെ കൊണ്ടും ഇതിലെ പുസ്തകം ദൈവം എഴുതിപ്പിച്ചു. അങ്ങനെ പലരെ കൊണ്ട് ദൈവം ഈ പുസ്തകം എഴുതിപ്പിച്ചു. അതായത് പുസ്തകത്തിൻ്റെ വിശേഷത. 66 പുസ്തകങ്ങൾ. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അങ്ങനെയാണല്ലോ നിങ്ങൾക്കറിയാം. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകങ്ങളാണ്. ആ പഴയ നിയമത്തിലെ 39 പുസ്തകം 32 പേര് ആണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് എഴുതി. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരായ 4 പേര് മത്തായിയും യോഹന്നാനും പത്രോസും പൗലോസും. അപ്പോസ്തലന്മാരല്ലാത്ത 4 പേര് മർക്കോസും ലൂക്കോസും യൂദായും യാക്കോബും. ഇങ്ങനെയാണ് 8 പേര്. അതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ എപ്പോഴും സന്തത സഹചാരികളായി ശുശ്രൂഷ ചെയ്തവരാ, ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിൻ്റെ കൂടെയും ലൂക്കോസ് പൗലോസിൻ്റെ കൂടെയും ശുശ്രൂഷയിൽ വ്യാപൃതരായവരാ. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. അപ്പോൾ തന്നെ പുതിയ നിയമ പുസ്തകം 27 പുസ്തകം തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങൾ, പിന്നീടുള്ള 21 പുസ്തകം ലേഖന പരമ്പരകളാണ്. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതെല്ലാം സംസാരിക്കുമ്പോൾ വൈക്കം സെൻറ്ററിലുള്ളവരും അല്ല മറ്റു സെൻറ്ററിലുള്ളവരും ഇവിടെ വന്നിട്ടുള്ളവരും ഇപ്പം ചിന്തിക്കുന്നുണ്ട് ചിലർ, ഇത് പറയാനാണോ താൻ ഓടിക്കതച്ച് വന്നെന്ന്.
ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ അപ്പുറവും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കും അറിയാം. അറിയാത്ത ആരേലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആരെങ്കിലും ഈ പരിസരത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ല ഓൺലൈനിൽ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നെങ്കിൽ അവരെ ഉന്നം വെച്ചാൽ ഞാനീ പറയാമെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ എന്നാലും ചിലരുടെ നോട്ടം ഇരിപ്പം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇത് അറിയാത്തവരുണ്ട് ഇതിനകത്ത്. ഇതെടുത്തുകൊണ്ട് നെടുക നടക്കുന്നതല്ലാതെ എന്തുവാന്ന് പോലും അറിയാത്ത ആൾക്കാരും ഇല്ലാതില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകം 3 നിലയിൽ തരംതിരിച്ചു. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, പിന്നീട് ലേഖന പരമ്പരകളാണ് 21 പുസ്തകം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഓർപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, നല്ല ചരിത്രം അത് യേശുവിൻ്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, അപാകതകളും ന്യൂനതകളും ഒന്നുമില്ലാത്ത നല്ല ചരിത്രമാണ് യേശുവിൻ്റെ ചരിത്രം. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചൻ മരിച്ചപ്പോൾ അപ്പച്ചൻ്റെ മക്കൾ ഒത്തിരി പേരുണ്ട്. അവർ പ്രത്യേക സഭക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രസംഗമില്ല, എല്ലാം സാക്ഷിയാണ്. വരുന്നവരെല്ലാം സാക്ഷി. ഒരു മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വരുന്നവരെല്ലാം എടുത്ത് പറഞ്ഞേച്ച് പൊക്കോണം. പിന്നെ അവരുടെ പ്രധാന ആൾക്കാർ തുടങ്ങുമ്പോൾ ആ ഏരിയയിലോട്ടൊന്നും ആരും നിങ്ങളുടെ ആളാന്ന് പറഞ്ഞ് എല്ലാം ഒക്കത്തില്ല. അവർ നേരത്തെ അവിടെ ഒരു സ്റ്റൂളിൻ്റെ പുറത്തൊരു വെള്ളത്തുണി ഇട്ടൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് എടുത്തേച്ച് പറഞ്ഞേച്ചാൽ മൈക്ക് അവിടെ വെച്ച് മര്യാദയ്ക്ക് അവിടെ പോയിരുന്നോണം. അവർ പറയത്തില്ല ഡോക്ടർ വന്നിട്ടുണ്ട്, റവറൻറ്റ് വന്നിട്ടുണ്ട്, സെൻറ്ററിൻ്റെ ആൾ മിണ്ടുകയല്ല അവിടെ. അത് കൂടുതലെല്ലാം കണ്ണും കയ്യും കാണില്ല. അതൊക്കെ അവർക്കറിയാം, മനസ്സിലായി കാണും ആരാന്ന്. അപ്പം ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ സാക്ഷിയോഗം നടന്നപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഒരു മകൻ എഴുന്നേറ്റ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം മൈക്ക് എടുത്ത് വെച്ച് പറഞ്ഞു, ഈ കിടക്കുന്ന അപ്പച്ചൻ എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഇത്രാമത്തെ മകനാണ് ഞാൻ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാമല്ലോ പറഞ്ഞേച്ച് പുള്ളി മൈക്ക് വെച്ചേച്ച് പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും അത് കടമെടുത്ത് പറയാം. നമ്മുടെ എല്ലാ ചരിത്രവും, നിങ്ങളുടെ ചരിത്രവും എൻ്റെ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പണ്ടൊരുത്തന് അവൻ്റെ കുടുംബ മഹിമയൊക്കെ പറഞ്ഞപ്പം പന്തലിരുന്നോളാം എൻ്റെ അടുത്തിരുന്നപ്പോൾ അവൻ വലിയ ചരിത്രം വന്ന് അവൻ്റെ അമ്മയുടെ അനിയത്തിന് 3 എണ്ണത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പം ഇതാ ചരിത്രം. അപ്പം നമ്മുടെ കുടുംബ ചരിത്രവും നമ്മുടെ വകുപ്പുകളും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും നല്ല ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം. യാതൊരു അപാകതയില്ല, ഒരു പാളിച്ചയില്ല, യാതൊരു കുഴപ്പം. യേശുവിൻ്റെ ചരിത്രം ഞാൻ എപ്പോഴും പറയും, ഈ ചരിത്രം കേട്ടാൽ രോഗശാന്തി ഉണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ ചരിത്രം കേട്ടാൽ മനോസമാധാനം ഉണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ ആമേൻ നിനക്ക് രക്ഷാനിർണയം പ്രാപിക്കാം. ആമേൻ മുടന്തരെ നടത്തുന്ന ചരിത്രം, ഊമർക്ക് സംസാര കേൾവി കൊടുത്ത ചരിത്രം, ആമേൻ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ ചരിത്രം, മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം, ഇന്നും ഏറ്റവും നല്ല ചരിത്രവും കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രവും കൊള്ളാവുന്ന ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയി കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്ക് അവൻ കാഴ്ചയും നൽകി. അഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർ 5000 ജനം സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. മാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന
ശ്രീ നരപതിയേ സിയോൻ മണവാളനെ ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ഏറ്റവും നല്ല ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാണ്. 5 പുസ്തകത്തിലെ 4 പുസ്തകം ക്രിസ്തുവേശുവിന്റെ ചരിത്രം. അടുത്തത് 5-ാമത്തെ പുസ്തകമാണ്. ആ 5-ാമത്തെ പുസ്തകത്തിലെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമസഭ. ആ 10-28 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്രം ആദിമ സഭയുടെ ചരിത്രം. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ്, കത്തോലിക്കർ പറയുന്നത് അവരുടെ ചരിത്രമാണ്. അവർ നിങ്ങളുടെ ചരിത്രമേ. അപ്പോൾ യാക്കോബ ഓർത്തഡോക്സുകാർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്. കാരണം അന്ത്യോക്യെന്ന് പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ ക്രിസ്ത്യാനി എന്ന പേരുള്ളത്. സിംഹാസനം ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ചരിത്രം. മറ്റൊരു പറഞ്ഞ റോമിലെ, കാരണം റോം എന്നൊക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് അവരുടെ സഭയുടെ ചരിത്രമാണ്. ഏബ്രഹാം മൽപ്പാന് മാർത്തോമാ സഭയിൽ നിന്ന് തന്നെ ഇട്ടതിൻ്റെ ഒരു വിശേഷത അത് തന്നെ. AD തോമസ് വന്നെന്ന് പറയുന്നു. 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്നും അവർ പറയുന്നതാണ്, അല്ല ചരിത്രത്തിലൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി, നിങ്ങളുടെ ചരിത്രമല്ല. സഭക്കാരുണ്ട്, സിറിയൻ കാത്തലിക്സ്, ലത്തീൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്, ഇവരുടെ ആരുടെയും ചരിത്രമല്ല. കൽദായ സുറിയാനി, കനാനായ കത്തോലിക്കര്, കനാനായ യാക്കോബ, ഇവരുടെ ആരുടെയും ചരിത്രമാണ്. അവരുടെ ചരിത്രം അവർ പിന്നെ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങളുടേതല്ല, ഞങ്ങൾ അവിടുന്ന് കപ്പലേ വന്നതാണെന്നാണ് പറയുന്നത്. ഇവരുടെ ആരുടെയും ചരിത്രമല്ല. അപ്പം ചെല്ല് പറയുന്നത് സാൽവേഷൻ ആർമിക്കാരുടെ ചരിത്രമാണ്. അത് അങ്ങനത്തെ കാര്യമേ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ CMSകാർ പറയുന്നത് ഇവരുടെ ആരുടെയല്ല, ഞങ്ങളുടെയാണ്. നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യം ഇതിനകത്തില്ലല്ലോ. ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബ്രദറുകാർ പറയുന്നത് ഇത് മുഴുവൻ ഞങ്ങളുടെ ചരിത്രമാണ്. ഒരു വാക്യം എടുത്ത് കീറാവുന്നതിൻ്റെ പരമാവധി കീറിയതിനെ പിന്നെ ഒന്ന് കീറി, പിന്നെ അതെല്ലാം ഇങ്ങനെ മൊത്തം കീറുകാരാണ്. അപ്പം അത് എള്ളടക്കി വിട്ട് അതിങ്ങനെ ഇരിക്കുക. അവർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്, സഹോദര സഭ അവരുടെ ചരിത്രവും അല്ല. ഇവരെല്ലാം കടത്തി വെട്ടി പറയുന്നത് ബെന്തിക്കോസുകാർ പറയുന്നത് ഇവരുടെ ആരുടെയും ചരിത്രത്തിൽ പെന്തിക്കോസിൻ്റെ ചരിത്രമാണ്. അതിനവർ രണ്ടാമത്തെ പെന്തക്കോസ്ത് നാള് അല്ല, കത്തോലിക്കരുടെ നാള് വന്നെന്നല്ല, യാക്കോബക്കാരുടെ നാളും വന്നെന്നല്ല, മാർത്തോമക്കാരുടെ നാളും പിന്നെന്തോ നാളാണ്. അതപ്പോൾ നമ്മുടെ നാന്ന പെന്തിക്കോസുകാർ പറയുന്നത്. പണ്ട് മാരാമണ്ണാന്ന് തോന്നുന്നു ഒരു ഉപദേശി ഉണ്ടായിരുന്നു, പേരൊന്നും ഇല്ല. അദ്ദേഹം ഏത് വാക്യം എടുത്താലും അച്ഛന്മാരെയും മെത്രാന്മാരെയും എല്ലാം കുറ്റം പറയും. ഇത് കേട്ട് മെത്രാന്മാരും അച്ഛന്മാരും അങ്ങ് സഹി കെട്ട് പുള്ളിക്ക് കൊടുക്കാതിരിക്കാനും ഒക്കത്തില്ല. ജനമെല്ലാം പുള്ളിയുടെ കൂടെ. അപ്പോൾ അവസാനം അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം കമ്മിറ്റി കൂടി ഈ പുള്ളിയെ അച്ഛന്മാരെയും മെത്രാന്മാര് അപ്പോൾ എന്നാ ചെയ്യണം? നമ്മളൊന്നും ചെയ്യാനൊക്കത്തില്ല, പുള്ളിയുടെ രീതി അതാ. അപ്പോൾ ചോദിച്ചു പിന്നെ എന്നാ പോകുമ്പോഴേ. അപ്പോൾ ഒരു ബുദ്ധിമാൻ പറഞ്ഞു, പുള്ളി വാക്യമായിട്ട് വരുന്നത് കൊണ്ടല്ലയോ നമ്മുടെ ഉച്ചയ്ക്ക് അടിക്കുന്നത്. അപ്പോൾ ഇനിയും പുള്ളി പ്രസംഗിക്കാൻ വരുമ്പോൾ നമ്മളൊരു വാക്യം സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഏത് വാക്യം എടുത്താലും പുള്ളി അച്ഛനെയും മെത്രാനെയും കൊട്ടാത്തൊരു വാക്യം ഞാൻ കൊടുക്കാം. ഏതാ? ഉൽപ്പത്തി 1:1. അപ്പോൾ പിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാര്യം പറഞ്ഞ് ആ വഴിക്ക് പൊക്കോളും. അത് നല്ല അഭിപ്രായമാണ് ചാണ്ടിക്കുഞ്ഞ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് ഉപദേശം വരുന്നതിന് മുന്നേ ഇത് പുള്ളി പറഞ്ഞത് യോതി ഇന്ന് പ്രസംഗിക്കാം, ഒരു കുഴപ്പമില്ല. പുള്ളി കയറി നിന്നേച്ച് വാക്യം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വാക്യം വായിച്ചു കൊടുത്തു, ഉൽപ്പത്തി 1:1. അച്ഛന്മാരും മെത്രാന്മാരും ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ഈ മെത്രാനെ അച്ഛാനെ അല്ലെന്ന് പറഞ്ഞു. ദൈവം സൃഷ്ടിച്ചത് ആദ്യം ആകാശവും ഭൂമിയാണ്, അല്ലാതെ ഈ ഇരിക്കുന്ന ഒരൊറ്റ മെത്രാനെ അച്ഛനെയും ഒന്നും ദൈവം സൃഷ്ടിച്ചില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ആരുടെയും ചരിത്രമല്ല. അപ്പം ഇവർ പറയുന്നത് പെന്തിക്കോസുകാരുടെ ചരിത്രം ഞങ്ങളുടെ ചരിത്രമാണ്. പെന്തക്കോസ്ത് നാള് വന്നപ്പം ഇത് പെന്തിക്കോസുകാരുടെ ചരിത്രമല്ല പറഞ്ഞേക്കുന്നത്.
ഇനി പെന്തിക്കോസിൽ തന്നെ പല വകുപ്പുകളുണ്ട്. അസംബ്ലീസ് കോഡിന്റെ ചരിത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്തൊരാൾ പറഞ്ഞു ഒരുമാതിരിപ്പെട്ട സഭയല്ല ഓഫാന്ന്. അസംബ്ലീസ് ഓഫ് അത് ഓഫായെന്ന, ചർച്ച് ഓഫ് അതും ഞാൻ പറഞ്ഞതല്ല, കടമാണ്. എല്ലാം ഓഫായി. ഇപ്പൊ പുള്ളി പറഞ്ഞു ഓണായത് ഒന്നേ ഉള്ളത്, ഷാരോൺ. ഇപ്പൊ ഓണായിട്ടിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഷാരോണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓഫായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, പുള്ളി പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ആരുടെയും ചരിത്രമല്ല, ബെന്തിക്കോസുകാരുടെ ചരിത്രവുമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലെ ബ്രദറുകാരുടെ ചരിത്രവുമല്ല, TPMന്റെ ചരിത്രവുമല്ല, ഇവരുടെ ആരുടെ ചരിത്രമല്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചരിത്രം, അപ്പോസ്തല ചരിത്രം ആദിമസഭയുടെ ചരിത്രമാണ്. ഏതാ ആദിമസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത അവൻ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ 5 പുസ്തകം. എനിക്ക് മൈക്കിനൊരു ഒരു ലിവർ പിടിക്കാനോ എന്താ പറഞ്ഞു? എനിക്കത് പറയാനറിയാൻ മേല. മഹത്വം. അപ്പോൾ ആദിമ സഭയുടെ ചരിത്രമാണ് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമായിട്ട് ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വരുന്നവർക്ക് കൊടുക്കേണ്ടത് ഉപദേശമാണ്. സഭയ്ക്കകത്ത് ഉപദേശം കൊടുക്കണം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, അതാണ് അതിലെ ഉപദേശം. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം. ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം. എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ. ഫിലിപ്പിയ ലേഖനം സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം. കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശം. തെസലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ. തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രത്യാശയുള്ള ദൈവമക്കളുടെ പ്രമാണം. തോന്നുന്നത് പോലെ ഒന്നും നടക്കരുത്. സഭയ്ക്കകത്ത് വന്നേച്ച് നിന്റെ ഇഷ്ടമൊന്നും കാണിക്കരുത്. സെക്രട്ടറിയുടെ ഇഷ്ടവും ട്രഷാറിൻ്റെ ഇഷ്ടവും കമ്മിറ്റിക്കാരുടെ ഇഷ്ടമൊന്നുമല്ല, വചനത്തിൻ്റെ ഇഷ്ടമാണ് കാണിക്കേണ്ടത്. സ്തോത്രം. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം നടക്കേണ്ടത്. അതിന് പ്രമാണമുണ്ട്. ഞാൻ അവസരം വരുമ്പോൾ പിന്നെ പറയാം. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അതാണ് തിമോത്തിയോസിൻ്റെ 2 ലേഖനവും തീത്തോസിൻ്റെ ലേഖനം പ്രമാണമാണ്, ഉപദേശ വിഷയങ്ങൾ. അങ്ങനെ പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ആമേൻ വളരെ പ്രത്യാശ, ജീവിതത്തിൽ അവകാശവും പ്രത്യാശയും തരുന്ന ലേഖനമാണ് ഫിലേമോൻ്റെ ലേഖനം. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഫിലേമോൻ കൊലോസിയിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ആ സഭയിലെ ശുശ്രൂഷകനായിരുന്നു തൻ്റെ മകന് അർക്കിപ്പാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പിയ. ആ വീട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു ഒനേസിമോസ്. എന്തോ തെറ്റ് ചെയ്ത കാരണത്താൽ കാരാഗൃഹത്തിൽ വിട്ടു. ആ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ആ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ് ഒനേസിമോസിനെ വിശ്വാസത്തിൽ ജനിപ്പിച്ചു. എന്നിട്ടൊരു കത്തുമൊക്കെ കൊടുത്ത് ഫിലേമോൻ്റെ അടുക്കിലോട്ട് അയക്കുന്നു. അതാ ഫിലേമോൻ്റെ ലേഖനം. 25 വാക്യമേ ഉള്ളൂ. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ 2 പദമാണ് ആ ലേഖനത്തിൽ വിശേഷമായിട്ട് കെടുന്നു നിൽക്കുന്നത്. അല്പകാലവും സദാകാലവും അങ്ങനൊരു പദമുണ്ട്. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നു. നിങ്ങൾ കണ്ടവരൊന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ വലിയ ഉപകാരമാണ്. ഫിലേമോൻ്റെ ലേഖനം 25 വാക്യമുള്ളല്ലോ, പെട്ടെന്ന് കാണാമല്ലോ, പെട്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണാം. അല്പകാലവും സദാകാലവും 2 പദം അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ആയിരിക്കും. അവൻ അല്പകാലവും
അല്പകാലം വേർപെട്ടു പോയത് അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും സദാകാലത്തേക്ക്. രണ്ട് പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അല്പകാലവും സദാകാലവും. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അല്പകാലത്തേക്ക് അവൻ കാരാഗൃഹത്തിൽ, അല്ലെങ്കിൽ ഫിലേമോനെ നിന്നെ വിട്ടു പോയെങ്കിലും സദാകാലത്തേക്കും അവൻ പ്രയോജനമുള്ളവനായി തീരണം. അതാ ഫിലേമോൻ്റെ ലേഖനം. അങ്ങനെ പ്രയോജനപ്പെടുന്നവർ ആമേൻ സ്തോത്രം, അവർക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചു. ഇതെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. അങ്ങനെ കരുതൽ പ്രാപിച്ച ദൈവമക്കൾക്ക് യാക്കോബ് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അതാണ് യാക്കോബ് തരുന്ന ഉപദേശങ്ങൾ. അങ്ങനെ പ്രവൃത്തിയിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. അങ്ങനെ വെളിപ്പെടുത്തുന്ന ദൈവമക്കൾക്ക് പത്രോസ് തരുന്ന ഉപദേശം, നാം ഒരു പുത്തൻ ഭൂമിക്കും ആകാശത്തിനുമെല്ലാം നമ്മൾ പുത്തൻ ഭൂമിക്ക് കാത്തിരിക്കുക, ഒരു പുതിയ രാജ്യത്തിനായി കാത്തിരിക്കുന്നു. അതാണ് പത്രോസിൻ്റെ ലേഖനം തരുന്ന ഉപദേശങ്ങൾ. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് യോഹന്നാൻ്റെ 3 ലേഖനം പറയുന്നത്, ദൈവ സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണം. എല്ലാം ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, കാൽവരിയിലെ സ്നേഹം. ആ സ്നേഹത്തിൽ നിങ്ങൾ അധിഷ്ഠിതപ്പെട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരോട് ഒടുവിലത്തെ ലേഖനം യൂദാ തരുന്ന പാഠം, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് നിർത്തുന്നൊരു ദൈവമുണ്ട്. ഈ വിധത്തിൽ ജീവിച്ചാൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് നിലനിർത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇതാണ് ലേഖനങ്ങളിലെ ഉപദേശങ്ങൾ മുഴുവൻ. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിതെല്ലാം അറിയാം, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിനെ എന്തിനാ ഓർപ്പിക്കുന്നത്? അത് ആവർത്തിക്കുന്ന തെറ്റല്ല. അതെന്നാ, നമുക്കൊരു പുസ്തകം തന്നെ തന്നിരിക്കുന്ന ആവർത്തനമെന്ന ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പുസ്തകം തന്നെ ആവർത്തനം. എത്ര അധ്യായമുണ്ട് ആവർത്തന പുസ്തകം? പാട്ടുകാർ പറ, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും, നിങ്ങൾ വേറെ ആരും പറയരുത്, പാട്ടുകാർ പറ. ആവർത്തന പുസ്തകം എത്രയുണ്ട്? എത്ര അധ്യായം? സുബിനെ, അവർ രണ്ടുപേരും പാസ്റ്റർമാരുടെ മോന. അവന് ഒരുതം കുനിഞ്ഞിരിക്കുക, ഷീനു. രണ്ടും മെയിൻ പാസ്റ്റർമാരുടെ മോന. ഉള്ളിടത്തോളം ആകട്ടെ. എത്രയുണ്ട് മക്കളെ? നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ? സഹോദരിമാർ അവർ പെട്ടെന്ന് പറയും. ഉണ്ടോ? കേട്ടോ? നോക്കി പറഞ്ഞാന്നു അവൻ പറയുന്നത്. നിങ്ങൾ നോക്കി പറഞ്ഞതാണ്. എന്നാൽ നിനക്ക് നോക്കി പറയാൻ. നിന്റെ ബൈബിൾ എന്ത് ചെയ്യും? ബൈബിൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഉണ്ടോ? അപ്പൊ ആവർത്തന പുസ്തകം നമുക്കൊരു പുസ്തകം തന്നെ തന്നിരിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളോട് പറയാം, മോഡയിലൊക്കെ ബൈബിൾ ഉണ്ടല്ലോ മോനെ, നിങ്ങൾ ദൈവം തരുന്ന ശുശ്രൂഷയായത്. അപ്പോൾ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും വേറെ പുസ്തകം കൊണ്ടുപോക്കണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിങ്ങളിവിടെ ചെന്ന് പ്രസംഗിക്കുകയോ പാടുകയൊന്നും അല്ല വിഷയം. ഇതൊരു വലിയ ശുശ്രൂഷയാണ് കേട്ടോ. ഇനി എവിടെ പോയാലും കേട്ടോ, നിങ്ങളെല്ലാവരും വേറെ പുസ്തകമായിട്ട് പോകണം. വായിക്കുകയോ വായിക്കാതിരിക്കുകയോ, എന്നാലത് കൈ വേണം. ദൈവദാസന്മാരൊക്കെ ദൈവവചനം പറയുമ്പം അതെടുത്ത് നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം കൂടെ ഇരിക്കും. ഇന്ന് മിക്ക പാട്ടുകാരുണ്ട് വേറെ പുസ്തകമൊന്നും കൊണ്ടുപോയി ഇങ്ങനെ കാള കളിച്ചങ്ങ് നടക്കുക. ഇതൊരു ശുശ്രൂഷയാണ്. ഈ കുഞ്ഞുങ്ങളെ ചെയ്യുന്നൊരു വലിയ വലിയ ശുശ്രൂഷയാണ്. ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. കാരണം ദൂരത്തിരുന്ന് അനേകർ ഇത് കേൾക്കുക. ആരെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ വലിയ ശുശ്രൂഷയാണ്. സ്തോത്രം. ഈ പന്തൽ വന്നിരിക്കുന്നതും സമീപത്തൊക്കെ നിന്ന് കേൾക്കുക, ഇതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ഈ അമ്മ കുറേ നേരമായിട്ട് കിടന്ന് കറങ്ങാമെന്നല്ല, അവിടെ ഇരിക്കേ ഉമ്മ കിടന്നങ്ങ് കറങ്ങ. കുറേ നേരമായില്ല എന്നെ പാമ്പിനെ തപ്പും പോലെ തപ്പുന്നത്. അവിടെ ഇരിക്കമ്മേ. എന്നെ വല്ലതും കാണാതെ പോയോ? അവിടെ ഇരി. ഉമ്മ കുടച്ചക്കറം കറങ്ങും പോലെ കിടന്ന് കുറേ. അപ്പൊ ശ്രദ്ധിക്കുക, 21 ലേഖനങ്ങളും ഉപദേശയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങൾ. ഒടുവില് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം കേൾക്കുമ്പോൾ അറിയാമല്ലോ. വെളിപ്പാട് പുസ്തകം
സ്തോത്രം. ആരുടെ വെളിപ്പാടാ? യോഹന്നാന്റെയോ? ഒന്നാം വാക്യം വായിച്ചോ ദൈവദാസനെ, മൈക്കിൽ കൂടെ വായിച്ചോ. വെളിപ്പാട് 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അല്ല, കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിപ്പാടല്ല. തൊമ്മന്റെ വെളിപ്പാട് കിട്ടിയ പുള്ളിക്കാരെല്ലാം കുഴഞ്ഞു. തൊമ്മനും കുഴഞ്ഞു. ഇന്നമ്മയുടെ വെളിപ്പാടും ബേവുകുട്ടിയുടെ വെളിപ്പാട് വന്നില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാനെപ്പോഴും പറയും, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയവും യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. 144 അല്ല, 2 സാക്ഷികളുമല്ല, സൂര്യനെ അണിഞ്ഞ സ്ത്രീയുമല്ല, പുതിയ യെരൂശലേമിലുമല്ല, കുഞ്ഞാടിന്റെ കല്യാണവുമല്ല, മഹോദരവും അല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പല ആൾക്കാരും ഈ വെളിപ്പാടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൊടുക്കുന്നതെല്ലാം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അത് കേൾക്കാനും ആൾക്കാർ മൃഗം ആരാ, മൃഗം കേൾക്കുമ്പോൾ അറിയാമല്ലേ മൃഗമാണെന്ന്. 10 കൊമ്പ് എന്നതാ, അതിനിടയ്ക്ക് ഒരു ചെറിയ കൊമ്പ്. ഈ ഉമ്മ കൊമ്പും മാലും കാലും നഖവും പറഞ്ഞു നടക്കാതെ ഏറ്റവും വലിയ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇതല്ലേ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ? അതെന്തുവാ വെളിപ്പാട്? അയ്യോ, യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ കിടന്ന ആ വെളിപ്പാട് കണ്ടല്ലോ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട്. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല. ആ കർത്താവ് അവൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 9-ാം വാക്യം മുതൽ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എപ്പസോസെസ് മുർന പെർഗമോസ് തുയതഗിര സർദീസ് ഫിലദൽഫിയ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ ആ നിലവിളക്ക്